ഈ വന്ന ആളെ എനിക്കറിയാം. റാഹി ഇരാറ്റുപേട്ടക്കാരനാണ്, MSFന്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ഇതൊക്കെ എനിക്കറിയാം. അയാളെ ആരോ പറഞ്ഞയച്ചതാണ്. കാരണം ഒരു കർമ്മം ഒന്നുമില്ല. ഞാൻ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, അയാളോട് കാണിക്കുന്ന മര്യാദയില്ലേ, അവർ സംസാരിക്കുന്ന രീതി, ഒരു പക്വത. ഒരു ചാനൽ ചർച്ചയിൽ വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധി എത്തുന്നവര് അവരോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവന്റെ അപ്പുപരാകാനുള്ള പ്രായം എനിക്കില്ലേ. അതിൻ്റെതൊരു മര്യാദയും വേണ്ടേ എന്നോട് സംസാരിക്കാൻ, ദാർഢ്യത്തോട് സംസാരിക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ ചാനലിൽ എത്ര നാളായി എന്റെ ചോരയ്ക്ക് വേണ്ടി പിടിക്കുന്നു. ഈ ചാനൽ എത്ര നാളായിട്ട് ഞാൻ എന്ത് തെറ്റ് അവരോട് ചെയ്തു? അവർ സ്വയം ഒരു ആത്മപരിശോധന നടത്തട്ടെ. അവരെന്തെല്ലാം അവർ ചെയ്യുന്നുണ്ടെന്ന്. അവരുടെ മുകളിൽ ആരൊക്കെയാണ് എനിക്കറിയാം. 2.5 മാസമായി കേരളത്തെ ഒരു വിഭാഗത്തെ, ഒരു സമുദായത്തെ, ഒരു പ്രദേശത്തെ വർഗീയവാദികളാണ്, വർഗീയ സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നു എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അതായത് അദ്ദേഹം ഇതുവരെ കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്നിരുന്ന ഒരു നരേറ്റീവിനെ ഏതാണ്ട് 30-40 സെക്കൻഡ് വരുന്ന 3 ചോദ്യത്തിൽ നമുക്ക് പൊളിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനെ ഈ തരത്തിൽ നമ്മളെ, അല്ലെങ്കിൽ എന്നെ വർഗീയവാദിയായും നാട് പറഞ്ഞും പേര് പറഞ്ഞും വിമർശിക്കാൻ ഒരു കാരണമായത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു ഞാൻ ഈരാറ്റുപേട്ടക്കാരനാണ്, എൻ്റെ വീട് ഈരാറ്റുപേട്ട തന്നെയാണ്, കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന ഈരാറ്റുപേട്ട നഗരസഭയിലെ 14-ാം വാർഡിൽ താമസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അതിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഞാൻ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പേരുള്ള ഒരു സംഘടനയിൽ പ്രവർത്തിച്ച ആളാണ്. അതിൻ്റെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ പ്രസിഡന്റ് സ്ഥാനത്തും നാം പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ കുറേ ആളുകൾ ഭാഗമാകാറുണ്ട്. അങ്ങനെ ഞാൻ ഒരു മുസ്ലിം ലീഗ് പിൻബലമുള്ള ഒരു സ്ഥലത്ത് നിന്ന് ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ മുസ്ലിം ലീഗ് ഐഡിയോളജിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആളാണ്. MSF ായിരുന്നു. അരുവിത്തറ സെന്റ് ജോർജ് കോളേജിൽ BCom പഠിക്കുന്ന സമയത്തൊക്കെ കോളേജ് രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ടായിരുന്നു. അങ്ങനെ MSFന്റെ ഭാരവാഹിയായി പ്രവർത്തിച്ചു വന്നയാളാണ്. അത് പറയുന്നതിൽ, അത് വെള്ളാപ്പള്ളി നടേശൻ പുറത്ത് പറഞ്ഞിട്ട് അറിയേണ്ട കാര്യം എന്നെ അറിയാവുന്ന ആളുകൾക്കില്ല. കാരണം എൻ്റെ ഓരോ സാമൂഹ്യ മാധ്യമ ഇടപെടൽ നോക്കിയാൽ കാണാം, അവിടെ എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും മറച്ചു വെച്ച് നിലപാടെടുക്കുന്ന ഒരാളല്ല. എന്നെ അറിയാവുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് പറഞ്ഞത്. പിന്നെ തീവ്രവാദി എന്ന ചാപ്പ അദ്ദേഹം കുത്തിയതിനെക്കുറിച്ച് ഞാൻ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു അരുൺകുമാർ. കാരണം എന്നെ അറിയാവുന്ന, നമ്മളെവിടെയെങ്കിലും ഇരുട്ടത്തൊളിച്ച് ജീവിക്കുന്ന മനുഷ്യനൊന്നുമല്ലോ, സമൂഹത്തിൽ ജീവിച്ചു വരുന്ന ആളുകൾക്കറിയാവുന്ന, മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. കേരളത്തിലെ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാൾക്കോ വെള്ളാപ്പള്ളി നടേശൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. വെള്ളാപ്പള്ളി നടേശൻ കൊടുക്കുന്ന സെക്യുലറിസത്തിൻ്റെയോ വർഗീയതയുടെയോ തീവ്രവാദിയുടെയോ ചാപ്പ ഏറ്റുവാങ്ങേണ്ട ആവശ്യവും റിപ്പോർട്ടർ TVക്കില്ല. കേരളത്തിലെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കേരളത്തിലൊരു മുസ്ലിം നാമധാരിക്കുമില്ല എന്നുള്ളതാണ്. അതൊക്കെ വെള്ളാപ്പള്ളി നടേശൻ്റെ കയ്യിൽ വെച്ചാൽ മതി എന്ന് മാത്രമേ നമുക്ക് വിനയത്തോടു കൂടി അദ്ദേഹത്തോട് പറയാനുള്ളൂ. നിലവിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പെരുമാറിയതെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല.